നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. നിയന്ത്രണം വിട്ട KSRTC ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളം പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപത്തുള്ള ഡിവൈഡറിലേക്കാണ് KSRTC ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചുകയറിയത്. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ എല്ലാവരും രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡിലെ ഡിവൈഡറിലേക്ക് പാഞ്ഞു കയറിയ ശേഷം സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ട്രാഫിക് സിഗ്നലും ഇടിച്ചു തെറിപ്പിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പിന്നീട് KSRTC അധികൃതർ ഏർപ്പാട് ചെയ്ത മറ്റൊരു ബസ്സിലാണ് യാത്ര തുടർന്നത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വൺവേക്ക് സമീപം സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർ ദിശയിൽ നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ വൺവേ റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറാൻ തുടങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗവും കാറിന്റെ ഇരുവശങ്ങളും ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മഴ കനത്തതോടെ ദേശീയപാത മണത്തലയിൽ വീണ്ടും അപകടക്കുഴി രൂപപ്പെട്ടു. മണത്തലയിൽ ഇന്ന് രാവിലെ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ കുഴിയിൽ വീണു അപകടത്തിൽപ്പെട്ടു. ദേശീയപാത സർവീസ് റോഡ് മണത്തല പള്ളിക്ക് വടക്കുഭാഗത്താണ് ഇരുചക്ര യാത്രികരുടെ ജീവനു ഭീഷണിയാകുന്ന അപകടക്കുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ ഈ കുഴി മണ്ണിട്ട് തൂർത്തെങ്കിലും മഴ കനത്തതോടെ വീണ്ടും വലിയ ഗർത്തമായി മാറി. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. വലിയ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതിനാൽ താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയാൽ വീണ്ടും കുഴി രൂപപ്പെടുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാർ ഓടിച്ചുവെച്ച പച്ചിലക്കൊമ്പ് വഴികാട്ടിയാക്കി ഡ്രൈവർമാർ. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലേക്കും ബീച്ചിലേക്കും പോകുന്ന പ്രധാന റോഡിന് നടുവിലാണ് സ്ലാബ് പൊട്ടി വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നത്. പഴയ NH റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി നിർമ്മിച്ച ബീച്ച് റോഡിനു കുറുകെയുള്ള കാനയുടെ സ്ലാബാണ് പൊട്ടി വീണിട്ടുള്ളത്. ഇതുമൂലം യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് സ്ലാബ് തകർന്നത്. നാട്ടുകാർ ഇവരുമായി സംസാരിച്ചപ്പോൾ പ്രശ്നപരിഹാരം കാണാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ദിവസങ്ങൾ കടന്നുപോയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. മാത്രവുമല്ല, കടൽഭിത്തി കെട്ടാനുള്ള കല്ലുകളുമായി ഭാരവാഹനങ്ങളും പോകുന്ന വഴിയാണ്. സ്ലാബ് പൊട്ടിയുണ്ടായ കുഴി അറിയുന്നതിനു വേണ്ടി നാട്ടുകാരാണ് ഇവിടെ മരക്കൊമ്പുകൾ വെച്ചിട്ടുള്ളത്. സ്കൂൾ ബസ്സുകളും ലോറികളും വളരെ കഷ്ടപ്പെട്ടാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. പലതവണ നാട്ടുകാർ പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. അധികൃതർ ഇടപെട്ട് റോഡിലൂടെ സുഗമമായ സഞ്ചാരത്തിനുള്ള വഴിയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂരിൽ ശക്തമായ മഴയിൽ റോഡരികിലെ മരം കടപുഴകി. അങ്ങാടിത്താഴം ഖബർസ്ഥാൻ റോഡിലെ വലിയ ചീനി മരമാണ് ഇന്ന് പുലർച്ചെ 2ഓടെ കടപുഴകിയത്. സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വീണതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. റോഡിന്റെ ഒരു വശം തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ സ്ലാബും അതിലും ഭാഗികമായി തകർന്നു. ഈ മരത്തോട് ചേർന്ന് നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് വാർഡ് കൗൺസിലർ നൌഷാദ് അഹമ്മൂവിന്റെ നേതൃത്വത്തിൽ 1 മാസം മുമ്പ് മാറ്റി സ്ഥാപിച്ചത് കൂടുതൽ അപകടങ്ങൾക്കിടയായില്ല. കോൺഗ്രസ് എസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് M റഫീഖ് തങ്ങൾ, യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് വടുതല എന്നിവരുടെ നേതൃത്വത്തിൽ 25ഓളം പ്രവർത്തകർ കോൺഗ്രസ് എസ് വിട്ട് RJDയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് എസിന്റെ ഗാന്ധിജിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിന് പകരം ഗാന്ധിയുമായി വരൂ, പാർട്ടി സ്ഥാനമാനങ്ങൾ നേടൂ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. പല ആളുകളിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആളെ യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റാക്കിയത് ഇതിന് തെളിവാണെന്ന് ഇവർ ആരോപിച്ചു. രാഷ്ട്രീയ മൂല്യച്യുതി സംഭവിച്ച നേതൃത്വ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് ഇവർ അറിയിച്ചു.
ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.